ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീക്കെൻഡിൽ അവധി കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നോർത്താംപ്ടണിൽ നടക്കുന്ന കാർണിവൽ കാണാൻ പോകാമെന്ന് കരുതി. സാധാരണ ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾ മിസ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്നും ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. നമ്മുടെ കാർണിവലും ടാബ്ലോയും ഒന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതൊരു വലിയ വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു സമ്മറിൻ്റെ സമയത്താണ് ഇങ്ങനെ വലിയൊരു ഗ്യാതറിംഗ് ഒക്കെ നമുക്കിവിടെ നടക്കാറുള്ളൂ. എല്ലാ തരത്തിലുള്ള ഫുഡ് ഐറ്റംസും സ്റ്റോളുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഇന്ത്യൻ സ്റ്റോളുകളും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഓടി വരുന്നത് പൊന്നൂസാണ്. പൊന്നൂസ് ഞങ്ങളെ ഇങ്ങനെ കട്ട വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അവിടേക്ക് എത്തിയപ്പോഴാണ് ചേച്ചിയും പിള്ളേരും എല്ലാവരും ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമ്മർ സമയത്താണ് ഇങ്ങനെ പുറത്തിറങ്ങി ഐസ്ക്രീം കഴിക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങോട്ടൊന്ന് ഒളിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നല്ല പാട്ടുകളും ഒരുപാട് റൈഡുകളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഒരു ഐസ്ക്രീം ഓർഡർ ചെയ്ത് ഞാനും ചേട്ടായും ഒരു ഐസ്ക്രീം കഴിച്ചു. പക്ഷെ എൻ്റെ ഐസ്ക്രീം പെട്ടെന്ന് തന്നെ പൊന്നൂസ് തട്ടിയെടുത്തു കേട്ടോ. അവൻ നല്ല ഡാൻസും കളിയൊക്കെയാണ്. അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവൻ മാത്രമല്ല, എല്ലാവരും നല്ല ഹാപ്പിയാണ്. കാരണം ഈ ഒരു സമ്മറിലല്ലേ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം ഞാനും പൊന്നൂസും കുറച്ചങ്ങോട്ട് മാറി നിന്ന് കുറച്ചു നേരം ഡാൻസ് ഒക്കെ കളിച്ചു. അതിനുശേഷം അവൻ ചേട്ടാനെ പിടിച്ച് ഡാൻസ് കളിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. അവനൊന്ന് സന്തോഷിപ്പിക്കാൻ എന്നോണം ചേട്ടായും ഒന്ന് എൻ്റർടൈൻ ചെയ്തു, ഒന്ന് വട്ടത്തിലൊക്കെ കറക്കി. അതിനുശേഷം ഞങ്ങൾ റൈഡുകൾ കാണാൻ പോവാണ്. നമ്മുടെ നാട്ടിൽ പണ്ടത്തെ ഈ പള്ളിപ്പെരുന്നാളുകളും ഉത്സവത്തിനൊക്കെ വരുമ്പോൾ നമ്മളുടെ ഒരു വൈബില്ലേ, ആ ഒരു സമയത്തെ പോലെയാണ് ഇവിടെ ഈ സമ്മർ ടൈമിൽ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുമ്പോൾ കേട്ടോ. കുട്ടികളെ ആകർഷിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. ട്രെയിനിന് ട്രെയിൻ, കാറിന് കാറ്, മറ്റുള്ള റൈഡുകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് ഏജ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പൊന്നൂസിന് വേണ്ടി ചോദിച്ചപ്പോൾ തന്നെ പലതിലും കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കയറ്റിയത് ഈ ഒരു സ്ലൈഡറിലാണ്. ഇത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര പ്രാവശ്യം സ്ലൈഡ് ചെയ്യാൻ പറ്റുമോ മാക്സിമം ടൈം അവൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്നത് കാണാനും അവന് വളരെ ഇഷ്ടമാണ്. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ പോപ്കോണും പഞ്ഞിമുട്ടായും ഒക്കെ വെച്ചിട്ടുള്ള ഈ കടകളാണ് കണ്ടത്. വാങ്ങിച്ചു തരാവോ എന്നൊരു ആഗ്രഹത്തോടു കൂടി ചേട്ടായുടെ മുഖത്തോട്ട് നോക്കി ഡോണ്ടു എന്ന് അവിടുന്ന് മറുപടിയും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പൊന്നൂസിനെയും സോപ്പാക്കി ഇന്നത്തേക്ക് ബൈ ബൈ പറയാമെന്നും പറഞ്ഞു പോകുന്നു. ഇതൊരു അടിപൊളി ദിവസമായിരുന്നു. താങ്ക് യു ഓൾ.